നൈലോൺ ഓർഗൻസയിൽ ത്രെഡ് വർക്ക് ഉള്ള ഒരു നല്ലൊരു മെറ്റീരിയലാണ് ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് കോൺട്രാസ്റ്റിംഗ് ഓഫ് വൈറ്റ് ത്രെഡ്സിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ 3 കളേഴ്സ് എൻ്റെ കയ്യിലിരിക്കുന്നു. അതുകൂടാതെ നമുക്കൊരു ഒലിവ് ഗ്രീൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു ടോണാണ്. ഒരെണ്ണം കൂടി ഉണ്ട്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ റെഡിയായപ്പോൾ ഒരാൾ പിടിച്ചു വാങ്ങിച്ചോട്ട് പോയതാണ്. അടുത്ത ഷെയ്ഡും കൂടെ കാണിക്കുക. ഇത് ഡയഗണൽസ് ആട്ടോ ഇതിൻ്റെ വർക്ക്. നല്ലൊരു പിങ്ക് ടോണ് കണ്ടോ. ഓൾ ഓവർ ഓരോ ബുട്ടിയുണ്ട്. ഡയഗണൽ ആയിട്ടാണ് ആ ത്രെഡ് വർക്ക് പോയിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പീസാണ്. 2 റേഞ്ചസിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് വെർട്ടിക്കൽ സ്ട്രൈപ്സ് ആയിട്ടുള്ള സംഭവമാണ്. 5 തൊട്ട് 395 ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഇത് വരുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് സ്ട്രൈപ്സ് ഒരു സെറ്റിൽ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാരീസ് വന്നാലും അതൊരു ഡയഗണൽ ഫോമിലാണ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുള്ളൂ. താഴെ മാത്രമാണ് വട്ടം വരിക. പക്ഷെ അതുകൊണ്ട് ഇതിന് ഭംഗിക്കേട് അല്ലെങ്കിൽ ഭംഗി ഇല്ലാതെ വരുമെന്നൊരു തോന്നലൊന്നും വേണ്ട. നല്ലൊരു പീസാണ്. ത്രെഡ് വർക്ക് കാണാനും നല്ല ഭംഗിയാണ്. ചിക്കൻ വർക്കിനോട് എഫക്റ്റ് വരുന്ന ടൈപ്പ് വർക്കാണ്. ഈ റേഞ്ചസിലും കൂടെ വരുമ്പം നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പ് എന്താ പറയുക, ബ്രൈഡ്സ് മെയ്ഡ് വെഡിങ്ങിനാണെങ്കിൽ പല ഷെയ്ഡ്സ് പേസ്റ്റൽസിൻ്റെ ഉടുത്തിട്ട് അവർ നിന്ന് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. ചിക്കൻ വർക്കിൻ്റെ ഒരു ബ്ലൗസ് ഇട്ടിട്ട് പെയർ ചെയ്താൽ മതിയായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കളറേ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഇത് വന്നിരിക്കുന്നത് ഡയഗണൽസ് ആയിട്ടാണ്. ഇതിൻ്റെ 2-3 കളേഴ്സും കൂടെ അവൈലബിൾ ആണ്. ഇപ്പോൾ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനിതങ്ങ് പിടിച്ച് വാങ്ങിച്ചെന്നേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ പീസ്, മിസ് ചെയ്യേണ്ട.